Hello everyone. എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് ഇസ്ലാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 നടക്കിയത് എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലോക്ക് റിയാക്ഷൻ ചാപ്റ്ററിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തു തരായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു തീർത്തിരുന്നു. ഇതാ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്ലോറിൻ റിയാക്ട്സ് വിത്ത് ഐസ് ആൻഡ് റിസൾട്ട്സ് ഇൻ ദി ചേഞ്ച്. നമുക്ക് റിയാക്ഷൻ തന്നിട്ടുണ്ട് H2O plus F2 gives HF plus HOF. ഈ റിയാക്ഷൻ ഇത് റിഡോക്സ് റിയാക്ഷൻ ആണെന്നാണ് കാണിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, H2O plus F2 gives HF plus HOO. ഓരോന്നിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നമുക്ക് എഴുതാം. ഹൈഡ്രജന്റെ +1, ഓക്സിജന്റെ -2, ക്ലോറിൻ 0 എലമെന്റ് സ്റ്റേറ്റ് നിൽക്കുന്നു. HF ഇവിടെ ഹൈഡ്രജന്റെ +1, ക്ലോറിന്റെ -1, പിന്നെ ഇവിടെ ഹൈഡ്രജന്റെ കൂടെ +1 -2, ക്ലോറിന്റെ എപ്പോഴും -1 ആയിരിക്കും. HOX ഈ രീതിയിലുള്ള ഹൈപ്പോഹാലസ് ആസിഡ്സ് ആണ്. അപ്പം അവിടെ ഹാലജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +1 ആണ്. ഇവിടെ HOF ക്ലോറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഇവിടെ +1 ആണ്. +1 ഓക്സിജൻ ഇവിടെ -2. ഇങ്ങനെയാണ് ഓക്സിജൻ സ്റ്റേറ്റ് വരിക. ഇവിടെ നോക്കുമ്പോൾ ഫ്ലോറിൻ നോക്കുകയാണെങ്കിൽ ഫ്ലോറിൻ ഇവിടെ നിന്ന് 0 എന്ന് -1 പോയിട്ടുണ്ട്, 0 എന്ന് +1 പോയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ റിഡക്ഷനും ഓക്സിഡേഷനും നടന്നിട്ടുണ്ട് ഫ്ലോറിൻ. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതൊരു റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. Calculate the oxidation number of sulfur, chromium and nitrogen in H2SO5, Cr2O7 2- and NO3-. Suggest structure of these compounds. Count for the fallacy. നമുക്ക് ഓരോന്നിനായിട്ട് സ്ട്രക്ചർ ആയിട്ട് എഴുതാം. H2SO5 നമ്മൾ H2SO5 സൾഫറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 × 1 plus x plus 5 × -2 അത് equal to 0 ഡിക്റ്റേറ്റ് ചെയ്യാം. 2 plus x minus 10 equal to 0, x minus 8 equal to 0, x equal to +8 എന്ന് കിട്ടും. നമുക്കറിയാം സൾഫറിന് +6 വരെയുള്ള ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതിന് സ്ട്രക്ചർ എന്തെങ്കിലും വ്യത്യാസം കാണുമായിരിക്കും. അപ്പൊ സ്ട്രക്ചർ നമ്മൾ വരച്ചു നോക്കുകയാണെങ്കിൽ ഇതാണ് H2SO5 സ്ട്രക്ചർ വരുന്നത്. ഇവിടെ നമ്മൾ ഓരോന്നിന്റെയും ഓക്സിജൻ സ്റ്റേറ്റ് എഴുതുകയാണെങ്കിൽ ഹൈഡ്രജന്റെ +1, ഓക്സിജന്റെ -2, പിന്നെ ഇവിടെ ഒരു പെറോക്സൈഡ് ലിങ്കേജ് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഓക്സിജന്റെ -1 എന്ന് വരും. പിന്നെ ഹൈഡ്രജന്റെ ഇവിടെ ഇത് +1 വരും. എന്നിട്ട് നമ്മൾ ഇത് വെച്ച് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എല്ലാത്തിന്റെയും കൂടെ ഓക്സിജൻ സ്റ്റേറ്റ് സമ്മ നമ്മൾ 0 ആയിട്ട് എടുക്കും, സൾഫറിന്റെ x ആയിട്ട് എടുക്കും. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ +1 -2 -2 -2 plus x -1 -1 plus 1 equal to 0 എന്ന് വരും. ഇത് 2 plus x -10 equal to 0 എന്ന് വരും. പോസിറ്റീവായിട്ട് +1 ഉണ്ട്, +1 ഉണ്ട്, +2 -2 -4 -6 -8 equal to 0 എന്ന് വരും. x -6 equal to 0 വരും, x equal to +6 വരും. ഇതിനകത്ത് H2SO5 സൾഫറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +6 ആണ്. ഓക്കെ, അടുത്ത നമുക്ക് തന്നേക്കുന്നത് Cr2O7 2-, അതായത് ക്രോമിയത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ക്രോമിയത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് x ആയിട്ട് എടുക്കുക, ഓക്സിജന്റെ -2 ആണ്. ഇത് അയോൺ ആയതുകൊണ്ട് ടോട്ടൽ ചാർജ് -2 ആണ്. അപ്പൊ അത് നമ്മൾ എടുക്കുക. അപ്പം 2 × x plus 7 × -2 അത് equal to -2 വരും.
ന്യൂട്രൽ മോളിക്യൂൾ ഇല്ലാത്തതാണ് ടോട്ടൽ ചാർജിന് സമം അയോണിന്റെ ചാർജിന് വരും. അത് -2 ആണ്. ഓക്കെ, 2x മൈനസ് 14 ഈക്വൽ ടു -2 എന്ന് വരും. 2x ഈക്വൽ ടു 14 മൈനസ് 2 12 എന്ന് വരും. x ഈക്വൽ ടു 12/2 6 എന്ന് വരും. ഇതിനകത്തുള്ള ഓരോ ക്രോമിയത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6 ആണ്. ഓക്കെ, നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ Cr2 മേസൺ സ്ട്രക്ചർ, ക്രോമിയം, ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. ഓക്കെ, Cr2 അടുത്ത മോളിക്യൂൾ തന്നേക്കുന്നത് NO3-. NO3- ഇത് നൈട്രജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കും. അത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. സോ ഓക്സിജന്റെ -2 ആണ്. എന്താണ് എക്സ് പ്ലസ് 3 × -2 ഈക്വൽ ടു എന്താണ് അയണിന്റെ ചാർജ് -1. ഓക്കെ, x - 6 ഈക്വൽ ടു -1, x ഈക്വൽ ടു +5. നൈട്രജന് +5 ഓക്സിജൻ സ്റ്റേറ്റ് ഉണ്ട്. അപ്പം NO3- സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ നൈട്രജൻ ഓക്സിജൻ ഒരു കോർഡിനേറ്റ് ബോർഡ് ഉണ്ട്. ഇങ്ങനെയാണ് NO3- സ്ട്രക്ചർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ഫോർമുലാസ് ഫോർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. നമുക്കിവിടെ മെറ്റൽസിന്റെ കൂടെ അവരുടെ ഓക്സിജൻ സ്റ്റേറ്റ് റോമൻ ന്യൂമറേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫോർമുലാസ് എഴുതും. അപ്പൊ ആദ്യം നമുക്ക് തന്നേക്കുന്നത് മെർക്കുറി 2 ക്ലോറൈഡ് ആണ്. എന്താണ് മെർക്കുറിയുടെ Hg എഴുതുക. ക്ലോറൈഡ് Hg2+ സ്റ്റേറ്റിൽ നിൽക്കണം. അപ്പൊ അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ക്ലോറിൻ ഓക്സിജൻ -1 ആണ്. അപ്പൊ അതിനോട് 2 ക്ലോറിൻ ഇട്ട് കൊടുക്കും. ഓക്കെ, മെർക്കുറി ക്ലോറൈഡ്. അടുത്ത നിക്കൽ 2 സൾഫേറ്റ്. ഇതാണ് നമുക്ക് രണ്ടാമത് തന്നിരിക്കുന്നത്. അപ്പൊ നിക്കൽ ഇടുക. സൾഫേറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത് സൾഫേറ്റിന്റെ ചാർജ് 2- ആണ്. അപ്പൊ 2+, അപ്പൊ അതുകൊണ്ട് NaSO4 എഴുതിയത്. ഓക്കെ, മൂന്നാമത്തെ കോമ്പൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് tin4 ഓക്സൈഡ്. അപ്പൊ ടിന്നിന്റെ സിമ്പൽ SnLD, ഓക്സൈഡ് OU എഴുതി. tin4 ഓക്സൈഡ് ആണ്. അപ്പൊ രണ്ട് ഓക്സിജൻ വേണം, എന്നാലും നമുക്ക് 4- കൂടെ അതിന്റെ കൂടെ കിട്ടും. SnO2 വരും. ഓക്കെ, അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്നത് താലിയം 1 സൾഫേറ്റ്. താലിയത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് തന്നിരിക്കുന്നത് +1 ആണ്. പക്ഷെ SO4 നമുക്കറിയാം -2 ആണ്. അപ്പൊ താലിയം കൂടെ 2 വേണം. ഓക്കെ, അഞ്ചാമത്തെ നമുക്ക് തന്നേക്കുന്നത് അയൺ 3 സൾഫേറ്റ്. അതിന് അയണിന്റെ സിമ്പൽ യൂണിറ്റ് ഇടുക, SO4 ഇടുക. രണ്ടുപേരുടെ ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. Fe2SO4 ത്രൈസ്. ലാസ്റ്റ് കോമ്പൗണ്ട് നമുക്ക് തന്നേക്കുന്നത് ക്രോമിയം 3 ഓക്സൈഡ്. ക്രോമിയത്തിന്റെ സിമ്പിൾ Cr ഇടുക, ഓക്സൈഡ് O ഇടുക. രണ്ടുപേരുടെയും ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ Cr2O3. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോവാം. Suggest a list of substances where carbon can exhibit oxidation state from -4 to +4 and nitrogen from -3 to +5. ഇവിടെ ചോദിച്ചേക്കുന്നത് കാർബൺ -4 to +4 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്ന കോമ്പൗണ്ട്സ് എഴുതാനും, പിന്നെ നൈട്രജന്റെ -3 to +5 വരെ ഓക്സിജൻ സ്റ്റേറ്റ്സ് കാണിക്കുന്ന കോമ്പൗണ്ട്സ് എഴുതാനാണ് ഇരിക്കുന്നത്. കാർബണിന്റെ എഴുതും. ചോദിച്ചിരുന്നത് -4 to +4 വരെയുള്ള കോമ്പൗണ്ട്സ്. നമ്പേഴ്സ് -4, -3, -2, -1, 0, 1, 2, 3, 4. ഇപ്പൊ ഓരോന്നിനും വേണ്ടിയുള്ള കോമ്പൗണ്ട്സ്. -4 ഉള്ളത് CH4 ഉണ്ട്. -3 ഉള്ളത് CH3 CH3 ഉണ്ട്.
-2 ഉള്ളത് CH3Cl ഉണ്ട്. -1 ഉള്ളത് CH ട്രിപ്പിൾ ബോണ്ട് CH ഉണ്ട്. 0 ഉള്ളത് CH2Cl2 ഉണ്ട്. 1 ഉള്ളത് C ട്രിപ്പിൾ ബോണ്ട് CCl. 2 ഉള്ളത് CHCl3 ഉണ്ട്, CO ഉണ്ട്. +3 ഉള്ളത് CCl3 ഈ C2Cl6 ഉണ്ട്. ഓക്കെ. +4 ഉള്ളത് നമ്മുടെ CCl4 ഉണ്ട്, പിന്നെ CO2 ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ കാർബണിന്റെ -4 തൊട്ട് +4 വരെയുള്ള ഓക്സിജൻ സീരിയലുള്ള കോമ്പൗണ്ട്സ് എഴുതി. അടുത്ത നൈട്രജൻ. നൈട്രജന്റെ അത് പറഞ്ഞിരിക്കുന്നത് -3 തൊട്ട് +5 വരെ ഉള്ളു. -3, -2, -1, 0, 1, 2, 3, 4, 5. -3 ഉള്ളത് നമ്മുടെ NH3 ഉണ്ട്. -2 ഉള്ളത് N2H4 ഉണ്ട്. -1 ഉള്ളത് N2H2 ഉണ്ട്. 0 ഉള്ള നമ്മുടെ എലിമെന്ററി സ്റ്റേറ്റ് N2 മോളിക്യൂൾ ഉണ്ട്. +1 ഉള്ളത് N2O. +2 ഉള്ളത് NO. +3 ഉള്ളത് N2O3 ഓക്സൈഡ് ഉണ്ട്. +4 ഉള്ളത് അതേപോലെ NO2 ഉണ്ട്. +5 ഉള്ളത് അത് വീണ്ടും ഒരു ഓക്സൈഡ് ആണ്, N2O5. ഓക്കെ. അപ്പൊ നമ്മൾ നൈട്രജനെയും കാർബണിന്റെയും പല ഓക്സിജൻ സീറ്റുള്ള കോമ്പൗണ്ട്സ് ചെയ്യും. ഓക്കെ. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ ചെയ്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. 8ാമത്തെ ക്വസ്റ്റ്യൻ. Why sulfur dioxide and hydrogen peroxide can act as oxidizing as well as reducing agents in their reaction? Ozone and nitric acid act only as oxidants. ഇപ്പൊ എന്താണ് ചോദിക്കുന്നത്? അപ്പം സൾഫർ ഡയോക്സൈഡിനും ഹൈഡ്രജൻ പെറോക്സൈഡിനും ഓക്സിഡൈസിങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ഓസോൺ നൈട്രിക് ആസിഡും ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ സൾഫർ ഡയോക്സൈഡ് SO2, പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇവിടെ നോക്കാം. ഇവിടെ സൾഫറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ്. ഇവിടെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്, H2O2. അപ്പൊ നമ്മൾ നോക്കുക, ഈ രണ്ട് കേസിലും ഇവരുടെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇവർക്ക് ഇനി കൂടുതലും ചെയ്യാം, കുറയുകയും ചെയ്യാം. സൾഫറിന് +6 വരെയും പോകാൻ പറ്റും, അതിന് താഴെയും പോകാൻ പറ്റും. ഇപ്പം സൾഫറിന്റെ ഏറ്റവും ലോവസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ ഇതിന് രണ്ടിന് ഇടയിൽ വരുന്ന ഒരു ഓക്സിഡൈസിങ് സ്റ്റേറ്റ് ആണ് ഇവിടെ SO2 കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഓക്സിഡൈസിങ് ഏജന്റ് ആയാലും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ നടക്കും. ഓക്കെ. അതേപോലെ തന്നെ H2O2 ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഇവിടെ എന്താണ്? -1 ആണ് അല്ലേ? അറിയാം, ഓക്സിജന് -2 സ്റ്റേറ്റിലോട്ടും പോവാം. അതേപോലെ തന്നെ +1ഉം +2 സ്റ്റേറ്റും ഒക്കെ കാണിക്കാൻ പറ്റും ഓക്സിജൻ. ഇതും ഒരു ഇന്റർമീഡിയറ്റ് ഓക്സിജൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ അതിനും ഒരു ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം നമ്മളിനി ഓസോൺ കൺസിഡർ ചെയ്യാം. ഓസോൺ ആണെങ്കിൽ എലിമെന്ററി സ്റ്റേറ്റ് ആയതുകൊണ്ട് ഓക്സിജൻ സ്റ്റേറ്റ് 0 ആണ്. ഓസോണിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നമുക്ക് ഇവിടെ 0 to -2 വരെ പോകാം. അപ്പൊ അതെന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ഇനി കുറയാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ ഓക്സിജനുള്ള ചാൻസ് ഉള്ളൂ. അപ്പൊ കുറയാൻ മാത്രം ചാൻസ് ഉള്ളത് എന്താണ്? റിഡക്ഷൻ മാത്രമേ നമുക്ക് ചാൻസ് ഉള്ളൂ. അപ്പൊ അത് ഓക്സിജൻ ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ നൈട്രിക് ആസിഡ് HNO3 നൈട്രജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? +5 ആണ്. നമ്മൾ നേരത്തെ കണ്ട നൈട്രജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് റേഞ്ച് -3 to +5 ആണ്. +5ന് മേലെ ഒരു ഓക്സിജൻ സ്റ്റേറ്റ് ഇല്ല. അപ്പം എന്താണ്, നൈട്രജനിന് ഓക്സിഡേഷൻ നടക്കാൻ ചാൻസ് ഇല്ല, കുറയാനേ ചാൻസ് ഉള്ളൂ. എന്ന് വെച്ചാൽ റിഡക്ഷൻ നടക്കാനേ ചാൻസ് ഉള്ളൂ. എന്ന് വെച്ചാൽ റിയാക്ഷനിൽ അതിന്
ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസേ ഉള്ളൂ. ഒരു എക്സ്ട്രീം ഉള്ള ഓക്സിഡൈൻ സ്റ്റേറ്റ് വരുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് ഓക്സിജൻ സ്റ്റേറ്റ് ആണ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു ഓക്സിഡന്റും റിഡക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ രണ്ടിടത്തും എന്താണ് എക്സ്ട്രീമിലോ ഏറ്റവും കൂടുതലുള്ള ഏറ്റവും വലിയ ഓക്സിജൻ സ്റ്റേറ്റ് ആണോ രണ്ട് കേസിലും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിഡക്ഷൻ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. അപ്പൊ നമുക്കിവിടെ കുറച്ച് റിയാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഫസ്റ്റ് റിയാക്ഷൻ തന്നിരിക്കുന്നത് 6CO2 plus 6H2O gives C6H12O6 plus 6O2. രണ്ടാമത്തെ റിയാക്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് O3 plus H2O gives H2O plus 2O2. Why is it more appropriate to write these reactions? ഇപ്പൊ ഈ റിയാക്ഷൻസ് ഇതിന് ഇങ്ങനെ എഴുതുന്നതിനേക്കാളും കൂടുതൽ അപ്രോപ്രിയേറ്റ് എഴുതുന്നത് ഫസ്റ്റ് റിയാക്ഷനിൽ എന്താണ് ലെഫ്റ്റ് സൈഡിൽ 12H2O വന്നിട്ട് റൈറ്റ് സൈഡിൽ ഒരു 6H2O, റിയാക്ഷൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഒരു 6H2O നമ്മൾ ആഡ് ചെയ്തു. രണ്ടാമത്തെ റിയാക്ഷനിൽ നമുക്ക് വ്യത്യാസം തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ 2O2 എന്ന് എഴുതുന്നതിന് പകരം O2 plus O2 എന്ന് എഴുതി. ഇങ്ങനെ എഴുതേണ്ട കാര്യം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ഓൾസോ സജസ്റ്റ് ടെക്നിക് ടു ഇൻവെസ്റ്റിഗേറ്റ് ദി പാർട്ട് ഓഫ് എബോവ് എ ആൻഡ് ബി ലോസ് എക്സ്പ്ലെയിൻ. ഈ റിയാക്ഷൻസ് ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാനുള്ള അതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെക്നിക് ഇവിടെ പറയാനാണ് ചോദിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് റിയാക്ഷൻ എഴുതാം. 6CO2 plus 12H2O gives C6H12O6 plus 6 C6H12O6 plus 6O2 plus 6H2O. അപ്പൊ ഇത് ഇങ്ങനെ എഴുതാനുള്ള കാരണം ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. C6H12O6 ഇവിടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ ഈ 6H2 എഴുതാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ് റിയാക്ഷനിൽ വാട്ടർ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ വാട്ടറിന്റെ ബ്രേക്ക് ഡൗൺ നടക്കും. നമ്മളിവിടെ 2H2 എടുക്കുന്നു. 2H2 എന്ത് പറ്റുന്നു? 2H2 പ്ലസ് O2 ഗ്യാസ് ആയിട്ട് മാറുന്നു. ഓക്കെ, 12H2 കൊണ്ട് നമ്മൾ 2H2 എടുത്തപ്പോൾ അത് 6 പ്രാവശ്യം നടക്കുന്നു. അത് അതേപോലെ 6 മോളിക്യൂൾസ് നടക്കുന്നുണ്ട്. പിന്നെ അതല്ല ഈ ഇവിടെ ഉണ്ടായ ഈ H2 എന്താണ് നമ്മുടെ CO2 ആയിട്ട് കമ്പൈൻ ചെയ്യും. അപ്പൊ 6CO2 മൊത്തത്തിൽ ഇവിടെ 12 മോളിക്യൂൾ വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ 6 മോളിക്യൂൾ 12 മോളിക്യൂൾ വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ 12 മോളിക്യൂൾ H2 ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ 12 H2 ആയിട്ട് ഇത് റിയാക്ട് ചെയ്ത് എന്ത് പറ്റും? അത് നമുക്ക് C6H12O6 ഗ്ലൂക്കോസും 6 വാട്ടറും തരും. അപ്പൊ നമ്മൾ നോക്കാം നമുക്കിവിടെ പ്രൊഡക്ട്സ് കിട്ടിയ ഏതൊക്കെയാണ്. ഇവിടെ ആദ്യത്തെ റിയാക്ഷനിൽ ഒരു O2 കിട്ടി, 6 പ്രാവശ്യം നടക്കുന്നുണ്ട് 6 O2 കിട്ടി അവിടെ. പിന്നെ നമ്മുടെ C6H12O6 കിട്ടി, ഈ വാട്ടറും കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ റിയാക്ഷനിൽ ആദ്യം പങ്കെടുത്ത വാട്ടർ എന്താവുന്നത് H2 plus O2 ആവുന്നു. ഇല്ല, അപ്പൊ ഈ ആദ്യ റിയാക്ഷനിൽ പങ്കെടുത്ത ഈ വാട്ടർ മൊത്തം എന്താവുന്നു അതിനകത്തുള്ള ഓക്സിജൻ മൊത്തം ഇവിടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ O2 ആയിട്ട് റിലീസ് ആവുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ ഈ കാർബൺ ഡയോക്സൈഡിൽ നിന്ന് വരുന്ന ഓക്സിജൻ അതാണ് നമുക്ക് ഇവിടെ രണ്ടാമത്തെ പ്രൊഡക്റ്റിൽ വരുന്ന H2 ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് എന്നുള്ള ഓക്സിജൻ ആണ്. ഓക്കെ, നമ്മൾ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്ക് CO2 H2 കൂടെ കമ്പൈൻ ചെയ്യുന്ന റിയാക്ഷനിൽ ഈ H2 പകരം നമ്മളിവിടെ H2 ഓക്സിജൻ എന്ന് പറയുന്നത് O18 ഐസോമർ എടുക്കാം. O18 ഐസോമർ എടുത്താൽ എന്ത് പറ്റും? നമുക്കിവിടെ ആ O18 കിട്ടുന്നത് നമുക്ക് ഈ പ്രൊഡക്റ്റ് സൈഡിലുള്ള ഓക്സിജനിൽ മാത്രമായിരിക്കും. ഈ വാട്ടറിൽ നമുക്ക് ആ O18 കിട്ടത്തില്ല. അപ്പം O18 ഐസോമർ എടുക്കുന്നതിലൂടെ നമുക്ക് ആ പാത്വേ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത അവിടെ തന്നേക്കുന്ന രണ്ടാമത്തെ റിയാക്ഷൻ O3 plus H2O2 gives H2O plus O2 plus O2. അപ്പൊ ഇവിടെ ഇങ്ങനെ 2 പ്രാവശ്യം എഴുതാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ 2 പ്രാവശ്യം എഴുതാനുള്ള കാരണം വെച്ചാൽ ഈ ഓരോ O2 ഓരോ റിയാക്ടറിൽ എന്താണ് ഓരോ O2 ഉണ്ടാകുന്നത് നമ്മുടെ O3 നിന്നും ഒരു O2 ഉണ്ടാകുന്നത് നമ്മുടെ H2O2 നിന്നാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് O3 എന്താണ് ബ്രേക്ക് ഡൗൺ നടന്ന് O2 പ്ലസ് ഒരു നേസന്റ് ഓക്സിജൻ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ,
ഈ നേസിഡ് ഓക്സിജൻ ആറ്റം എന്തായിരുന്നു, ഈ നേസിഡ് ഓക്സിജൻ ആറ്റം പോയി ഇനി H2O2 ആയിട്ട് റിയാക്ട് ചെയ്യും. H2O2 ആയിട്ട് നമ്മുടെ ഈ ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് H2Oയും O2 കിട്ടുന്നു. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു O2 വന്നേക്കുന്നത് നമ്മുടെ ഓക്സിജനിൽ നിന്നാണ്, പിന്നെ ഒരു O2 വന്നേക്കുന്നത് നമ്മുടെ H2O2 നിന്നാണ്. അപ്പൊ അത് രണ്ടും ഓരോരോ റിയാക്ഷൻ വന്നത് കൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എടുത്ത് എഴുതാൻ കാണിച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ട്രാക്ക് ചെയ്യും? ഇത് അവിടെ നമ്മൾ നേരത്തെ ഓക്സിജൻ 18 ഐസോമർ എടുത്ത പോലെ തന്നെ ഇവിടെ എടുക്കാം. നമ്മൾ H2O2 ഓക്സിജൻ എന്താണ് O18 എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് O2 വേറെ വേറെ കിട്ടും. ഇത് പറഞ്ഞിട്ട് ഒരു O2 നമ്മൾ 18 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. The compound AgF2 is an unstable compound. However, if formed, the compound acts as a very strong oxidizing agent. Why? ഇപ്പൊ നമ്മൾ ചോദിച്ചേക്കുന്ന AgF2 എന്ന് പറയുന്ന ഒരു വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. പക്ഷെ അത് ഫോം ചെയ്താൽ അതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മൾ AgF2 എടുക്കാം. അപ്പൊ AgF2 സിൽവറിന്റെ ഓക്സിഡൈസിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? +1 ആണ്. +1 അല്ല, +2 ആണ്. F2 അല്ലേ. ഇപ്പൊ സിൽവറിന് +2 ഓക്സിഡൈസിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അതെന്താ ശ്രമിക്കുക, അത് എങ്ങനെയെങ്കിലും റിഡക്ഷൻ നടന്ന് Ag+1 ആവാനായിരിക്കും ശ്രമിക്കുക. അപ്പം സിൽവറിന് +1 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പം സിൽവർ AgF2 +2 സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, എങ്ങനെയെങ്കിലും +1 ആക്കി സ്റ്റേബിൾ ആവാനാണ് സിൽവർ ശ്രമിക്കുക. അപ്പം +2 +1 ആവാന്ന് വെച്ചാൽ റിഡക്ഷൻ നടക്കുകയാണ്. അപ്പൊ റിഡക്ഷൻ നടക്കുന്നതുകൊണ്ട് നടക്കുന്നതിലൂടെ അത് സ്റ്റേബിൾ ആവുന്നു ഇല്ല. അപ്പൊ റിഡക്ഷൻ നടക്കുന്നതുകൊണ്ട് അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതൊരു പവർഫുൾ ഓക്സിഡന്റ് ആണ്. +1 ആവുന്നതിലൂടെ സ്റ്റേബിൾ ആവും, അതുകൊണ്ട് അതൊരു പവർഫുൾ ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട്. Whenever a reaction between an oxidizing agent and a reducing agent is carried out, a compound of lower oxidation state is formed if the reducing agent is in excess, and a compound of higher oxidation state is formed if the oxidizing agent is in excess. Justify this statement giving 3 illustrations. ഇപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ഒരു ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് കൂടെ നമ്മൾ റിയാക്ട് ചെയ്യിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആണ് എക്സസ് എങ്കിൽ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും ഫോം ചെയ്യുക. പക്ഷെ അതേസമയം ഓക്സിഡൈസിങ് ഏജന്റ് ആണ് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. അപ്പൊ അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫോസ്ഫറസും ഫ്ലൂറിനും തമ്മിലുള്ള റിയാക്ഷൻ. നമുക്ക് പറയാം ഫ്ലൂറിൻ എന്ന് പറയുന്ന ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. P4 എടുത്ത് റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ P4 എക്സസ് ആയിട്ട് എടുക്കുന്നു. P4 എക്സസും ഫ്ലൂറിനായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് PF3 ആയിരിക്കും. സോറി, ഫോസ്ഫറസിന്റെ അവിടുത്തെ ഓക്സിഡൈസിങ് സ്റ്റേറ്റ് +3 ആണ്. പക്ഷെ അതേസമയം നമ്മൾ ഫ്ലൂറിൻ എക്സസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് PF5 ആയിരിക്കും. +5 സ്റ്റേറ്റിലാണ് അവിടെ ഫോസ്ഫറസ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് കൂടുതലുള്ള സമയത്ത് എക്സസ് ഉള്ള സമയത്ത് നമുക്ക് ലോവർ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഉള്ള കോമ്പൗണ്ട് ആണ് ഫേവർ ചെയ്തത്. പക്ഷേ ഓക്സിഡൈസിങ് ഏജന്റ് ഫ്ലൂറിൻ എക്സസ് ഉള്ള റിയാക്ഷനിൽ +5 ഹയർ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഉള്ള കോമ്പൗണ്ട് ആണ് ഫേവർ ചെയ്തത്. ഇനി അതേപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. പൊട്ടാസ്യവും ഓക്സിജനും. ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, പൊട്ടാസ്യം റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പൊ ആദ്യത്തെ കേസ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള പൊട്ടാസ്യം എക്സസ് ആയിട്ട് എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. ഇതിനകത്ത് റിയാക്ട് ചെയ്താൽ നമുക്ക് K2O ആണ് ഫോം ചെയ്യുന്നത്. അതിനകത്ത് ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, അതേസമയം നമ്മൾ പൊട്ടാസ്യം ഓക്സിജൻ എക്സസ് ആയിട്ട് എടുത്താൽ നമുക്കിവിടെ പെറോക്സൈഡ് ആണ് കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് എന്താണ് ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് -1 ആണ്. അപ്പൊ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എക്സസ് ആയിട്ട് എടുത്താൽ ഹയർ ഓക്സിജൻ സ്റ്റേറ്റ് ഉള്ള -1 സ്റ്റേറ്റ് ഉള്ള പൊട്ടാക്സൈഡ് കിട്ടി. പക്ഷെ റെഡ്യൂസിങ് ഏജന്റ് എക്സസ് ആയിട്ട് എടുത്തപ്പോൾ നമുക്ക് ലോവർ ഓക്സിജൻ സ്റ്റേറ്റ് ഉള്ള കോമ്പൗണ്ട് ആണ് അവിടെ ഫേവർ ചെയ്തത്. ഓക്കെ,
ഇനി അതിന്റെ മൂന്നാമത്തെ എക്സാമ്പിൾ എടുക്കാം. കാർബണും ഓക്സിജനും. ഓക്സിജൻ നമുക്കറിയാം ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. കാർബൺ റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പൊ ആദ്യം കാർബൺ എക്സസ് എടുത്ത് നമുക്ക് റിയാക്ട് ചെയ്യാം. കാർബൺ ആണ് എക്സസ് എങ്കിൽ അത് പ്ലസ് O2 നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കാർബൺ മോണോക്സൈഡ് ആണ് കിട്ടുക. അപ്പൊ അവിടെ കാർബൺ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. അതേസമയം നമ്മൾ ഓക്സിജൻ എക്സസ് എടുത്താൽ നമുക്ക് അവിടെ കിട്ടുന്നത് CO2 ആയിരിക്കും. അപ്പൊ CO2 കാർബൺ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ്. അപ്പൊ ഇവിടെയും സെയിം ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള ഓക്സിജൻ എക്സസ് എടുത്തപ്പോൾ നമുക്ക് CO എന്താണ് ഹയർ ഓക്സിഡൈസ് ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടി. റെഡ്യൂസിങ് ഏജന്റ് നമ്മൾ എക്സസ് എടുത്തപ്പോൾ നമുക്ക് ലോവർ ഓക്സിഡൈസ് ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടി. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. How do you count for the following observations? So alkaline potassium permanganate and acidic potassium permanganate both are used as oxidants. Yet in the manufacture of benzoic acid from toluene, we use alcoholic potassium permanganate as an oxidant. Why? Write a balanced redox reaction for the reaction. ഇവിടെ പറഞ്ഞേക്കുന്നത് ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റും അസിഡിക് പൊട്ടാസ്യം പെർമാംഗനേറ്റും രണ്ടും ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. പക്ഷെ നമ്മൾ ബെൻസോയിക് ആസിഡ് ടൊളുവിനിൽ നിന്ന് ബെൻസോയിക് ആസിഡ് ഉണ്ടാക്കുന്ന റിയാക്ഷനിൽ നമ്മൾ ആൽക്കഹോളിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഇപ്പം 12th ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും റിയാക്ഷൻ നടക്കുന്നതിനേക്കാളും ഒരു ന്യൂട്രൽ മീഡിയത്തിലാണ് നമ്മൾ റിയാക്ഷൻ നടക്കുന്നത് വിചാരിക്കുക. ന്യൂട്രൽ മീഡിയത്തിന്റെ റിയാക്ഷൻ എങ്കിൽ നടത്തുന്നതെങ്കിൽ എന്താണ് അവിടെ OH മൈനസ് അയോൺസ് എന്താണ് നമുക്ക് ഉണ്ടാവും ന്യൂട്രൽ മീഡിയത്തിൽ. അപ്പൊ നമുക്ക് OH മൈനസ് അയോൺസ് ന്യൂട്രൽ മീഡിയത്തിൽ ഓൾറെഡി ഉണ്ടാവുന്നുണ്ട്. നമുക്കൊരു ആസിഡോ ബേസോ നമ്മൾ ആ റിയാക്ഷനിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് നമുക്ക് എന്താണ് അതിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഓൾറെഡി അവിടെ OH മൈനസ് അയോൺസ് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് നമുക്ക് എക്സ്പെൻസ് ലോവർ ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അല്ലേ. ഇനി രണ്ടാമത്തെ എടുക്കുക. KMnO4 നമ്മൾ ആൽക്കഹോളിക് മീഡിയത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് KMnO4 ആൽക്കഹോൾ രണ്ടും എന്താണ് പോളാർ കോമ്പൗണ്ട്സ് ആണ് അല്ലേ. അതേസമയം നമ്മള് ആൽക്കഹോളും ടൊളുയിനും നമ്മൾ ബെൻസോയിക് ആസിഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇവർ രണ്ടും ഓർഗാനിക് കോമ്പൗണ്ട്സും ആണ് അല്ലേ, ഓർഗാനിക് സോൾവെന്റ്സും ആണ്. ഇപ്പൊ രണ്ട് ഹോമോജീനിയസ് ആയിട്ടുള്ള മീഡിയംസ് ആകുമ്പോൾ എന്താണ് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അപ്പൊ അതും എന്താണ് ഇത് ആൽക്കഹോളിക് KMnO4 ഉപയോഗിക്കാനുള്ള മറ്റൊരു റീസൺ. രണ്ട് ഹോമോജീനിയസ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് അവർ തമ്മിലുള്ള റിയാക്ഷൻസ് ഫാസ്റ്റ് റിയാക്ഷൻ റേറ്റ്സ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ആൽക്കഹോളിക് ഉപയോഗിക്കുന്നത്. ഇപ്പൊ റിഡോക്സ് റിയാക്ഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ ടൊളുയിൻ ഓക്കെ. അപ്പൊ അടുത്ത ഇതിലേക്ക് പോകാം. When concentrated sulfuric acid is added to an inorganic mixture containing chloride, we get colorless, pungent smelling gas HCl. But if the mixture contains bromide, then we get red vapor of bromine. അപ്പൊ നമ്മൾ എന്താണ് ഇനോർഗാനിക് മിക്സർ കണ്ടെയ്ൻ ക്ലോറൈഡ് ഉള്ള ഒരു മിക്സറിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഇട്ടാൽ നമുക്ക് HCl കിട്ടും. പക്ഷെ ആ മിക്സറിൽ ബ്രോമിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബ്രോമിന്റെ റെഡ് വേപ്പേഴ്സ് ആയിരിക്കും കിട്ടുക എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മള് ബ്രോമൈഡ് ആയിട്ടുള്ള മിക്സറിൽ അതിലേക്ക് നമ്മൾ H2SO4 ആഡ് ചെയ്യാം. H2SO4 ഈ ബ്രോമൈഡ് റിയാക്ട് ചെയ്ത് നമുക്ക് ഇവിടെ നമുക്ക് HBr കിട്ടും. HBr എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഈ HBr പോയി ആരായിട്ട് റിയാക്ട് ചെയ്യും? HBr പോയി വീണ്ടും സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പം നമുക്ക് അവിടെ ബ്രോമിന്റെ വേപ്പേഴ്സ് നമുക്ക് കിട്ടും. പക്ഷെ അതേസമയം നമ്മൾ ക്ലോറൈഡ് ഉള്ള മിക്സറിലേക്കാണ് നമ്മൾ H2SO4 ഇടുന്നതെങ്കിൽ ക്ലോറൈഡ് ആണുള്ള മിക്സറിലേക്കാണ് ഇടുന്നതെങ്കിൽ നമുക്ക് അവിടെ HCl ഗ്യാസ് അവിടെ നമുക്ക് അവിടെ ഇവോൾവ് ചെയ്യും. HCl എന്ന് പറയുന്നത് ഒരു വീക്ക് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഈ വീക്ക് റെഡ്യൂസിങ് ആയ HCl എന്ത് പറ്റി? HClന് എന്താണ് H2SO4 റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നടക്കുന്ന റിയാക്ഷൻ മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ ക്ലോറൈഡ് അയനോടുള്ളത് NaCl എന്ന് അറിയിക്കും. NaCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കൂടെ HClഉം NaHSO4 കിട്ടും.
ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു കൗണ്ട് ഫോർ ദി ഫോളോയിങ് ഒബ്സർവേഷൻസ്? നമ്മളോട് പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദി സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ്, റെഡ്യൂസ്ഡ്, ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. ഇപ്പൊ ഈ ഓരോ റിയാക്ഷനിലും ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്, റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, പിന്നെ ഓക്സിഡേഷൻ നടക്കുന്ന ആർക്കാണ്, റിഡക്ഷൻ നടക്കുന്ന ആർക്കാണ്, അത് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് തന്നേക്കുന്നത് AgBr plus C6H6O2 gives 2Ag plus 2HBr plus C6H4O2. നമ്മൾ ഓരോന്നിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് കൊടുക്കുക. അപ്പം AgBrൽ Agയുടെ +1, ബ്രോമിന്റെ -1, ഇവിടെ Ag 0 ആയി. HBrൽ +1 -1 തന്നെ. C6H6O2 നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ -2 ഉണ്ട് ഓക്സിഡൈസ് സ്റ്റേറ്റ്, ഇത് +6 ഉണ്ട്. അതിനെ ബാലൻസ് ആണെങ്കിൽ ഇവിടെ കാർബൺ -2 +1 ഉണ്ട്. ഇവിടെ കാർബൺ ഓക്സിജൻ സ്റ്റേറ്റ് എന്തായാലും അത് നമ്മൾ നോക്കാം. 6x + 6 - 4 = 0, 6x + 2 = 0, 6x = -2 -2/6 -1/3. അപ്പം ആവറേജ് ഓക്സിഡേഷൻ നമ്പർ വരുന്നത് -1/3 ആണ്. അതേസമയം ഇവിടുത്തെ ആവറേജ് നമ്പർ നോക്കാം. 6x + 4 - 4 = 0, 6x x നമുക്ക് 0 വരും. ഇപ്പോൾ നമ്മുടെ ആവറേജ് എന്താണ്, ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ കാർബൺ ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്, സിൽവറിനാണെങ്കിൽ ഇവിടെ റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ റിഡക്ഷൻ സംഭവിച്ചത് ആരാണ്? റിഡക്ഷൻ നടക്കുന്നത് സിൽവറിനാണ്. റിഡക്ഷൻ നടക്കുന്ന ആളാണ് ഇവിടെ നടക്കുന്ന AgBr ആണ്. അപ്പൊ സിൽവർ റിഡക്ഷൻ നടക്കുന്ന ആളാണ് ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഈ ഓക്സിഡേഷൻ നടക്കുന്ന ആർക്കാണ്? C6H6O2. അപ്പൊ അതാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തത് HCHO plus 2AgNH3 twice plus 3OH minus gives 2Ag plus HCO minus plus 4NH3 plus 2H2. HCH നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ വരുന്നത് HC OH ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ -2, ഇതിന്റെ +1, ഇതിന്റെ +1. അപ്പോൾ ഇവിടെ കാർബൺ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ്.2AgNH3 twice plus. ഇതിനകത്ത് സിൽവറിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. ഓക്കെ, ഇവിടെ വരുമ്പോൾ സിൽവറിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് 0 ആയി. HCO മൈനസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. സ്ട്രക്ചർ വരച്ചാൽ HC _O-. ഇവിടെ -2 ഉണ്ട്, +1 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. ഇവിടെ കാർബൺ +3 സ്റ്റേറ്റ് ആണ് നോക്കുക. +3 സ്റ്റേറ്റ് ആണ് അത്, +3 സ്റ്റേറ്റ് അല്ല. ഈ -1നെ അത് ഈ -1നെ ബാലൻസ് ചെയ്യാൻ ഒരു +1 ഇവിടെ വേണം. ഈ -2നെ ബാലൻസ് ചെയ്യാൻ ഒരു +2 വേണം. ഇവിടെ +1നെ ബാലൻസ് ചെയ്യാൻ ഒരു -1 വേണം. അപ്പോൾ മൊത്തത്തിൽ സമം എടുത്താൽ ഇവിടെ +2 സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കാർബണിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. പിന്നെ നമ്മൾ നോക്കുക, ഇവിടെ കാർബണിന് ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്, സിൽവറിന് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ നടന്നിട്ടുള്ളത് ആർക്കാണ്? HCHOക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റെഡ്യൂസിങ് ഏജന്റ് ആണ്, റിഡക്റ്റന്റ് ആണ്. ഈ റിഡക്ഷൻ നടന്നിട്ടുള്ള ആർക്കാണ്? AgNH3 twice ആണ്. അപ്പൊ അതാണ് ഇവിടുത്തെ ഓക്സിഡന്റ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ട്. ഓക്കെ,
അടുത്ത മൂന്നാമത്തെ റിയാക്ഷൻ HCHO plus 2Cu2 plus 5OH minus gives Cu2O plus HCO minus plus 3H2O. ഇതാണ് നമുക്ക് തന്നേക്കുന്ന മൂന്നാമത്തെ റിയാക്ഷൻ. HCHO നമ്മൾ ഓൾറെഡി ഓക്സിജൻ നേരത്തെ പറഞ്ഞാണ്, കാർബൺ ഓക്സിജൻ സ്റ്റേറ്റ് 0 ആണ്. ഇവിടെ Cu2 പ്ലസിൽ Cuയുടെ ഓക്സിജൻ സ്റ്റേറ്റ് 2+ ആണ്. ഇനി Cu2O ഓക്സിജൻ സ്റ്റേറ്റ് കോപ്പറിന്റെ +1 ആണ്. HCO മൈനസ് ഓൾറെഡി പറഞ്ഞാണ്, അതിന്റെ +2 സ്റ്റേറ്റ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാർബൺ ഓക്സിഡേഷൻ കൂടി കോപ്പറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കുറഞ്ഞു. ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നു, ഇവിടെ റിഡക്ഷൻ നടക്കുന്നു. ഓക്സിഡേഷൻ നടക്കുന്ന ആർക്കാണ്? HCHOയ്ക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പൊ അതാണ് എന്ത് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇനി റിഡക്ഷൻ നടക്കുന്നത് ആർക്കാണ്? Cu2+ ഉണ്ട്. അപ്പൊ അതാണ് എന്ത് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. നാലാമത്തെ N2H4 plus 2H2O gives എന്ത് N2 plus 4H2O. ഓക്സിജൻ സ്റ്റേറ്റ് എഴുതുമ്പോൾ ഇതിൻ്റെ കൂടെ ഓക്സിജൻ സ്റ്റേറ്റ് നോക്കൂ, -2 വരും. ഓക്സിജൻ സ്റ്റേറ്റ് ഇവിടെ -1 ആണ്. നൈട്രോജന്റെ 0 ആണ്. ഇവിടെ ഓക്സിജന്റെ -2 ആണ്. നോക്കുകയാണെങ്കിൽ ഇവിടെ നൈട്രോജൻ ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട്, ഓക്സിജന് റിഡക്ഷൻ നടന്നിട്ടുണ്ട്. ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് N2H4 അപ്പൊ അതാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ റിഡക്ഷൻ നടക്കുന്നത് H2O2 അപ്പൊ അതാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത റിയാക്ഷൻ നോക്കാം. Pb plus PbO2 plus 2H2SO4 gives 2PbSO4 plus 2H2O. നോക്കുക, ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാണെങ്കിൽ ഇവിടെ ലെഡിന്റെ ഇവിടെ 0 ആണ്, ഇവിടെ +4 ആണ്, ഇവിടെ +2 ആണ്. അപ്പം ഇവിടെ ലെഡിന് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, 0 +2 പോയി. ഇവിടെ ലെഡിന് രണ്ടാമത്തെ PbO2 PbSO4 ആയിട്ട് ഇവിടെ റിഡക്ഷൻ നടന്നു, +4 +2 ആയിട്ട് മാറി. ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്കാണ്? ലെഡിനാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷൻ നടക്കുന്നത് ആർക്കാണ്? ഇവിടെ PbO2 അപ്പൊ അതാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, ഞാൻ തൽക്കാലം ഇവിടെ കൊണ്ട് സെഷൻ നിർത്താം. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത സെഷനിൽ ചെയ്തു. താങ്ക് യു.